നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ. എന്തുകൊണ്ട് ബേപ്പൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലം ചർച്ചയിലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ മത്സരിക്കുന്നത് കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് എന്ന പഴയ DYFI SFI പ്രവർത്തകനായ നേതാവും, അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, PV അൻവറും. അങ്ങനെ പറഞ്ഞ ഒറ്റയടിക്ക് ആ പേരങ്ങ് പറയുന്നതായിരിക്കും ശരി. കാരണം ഞാൻ മുഹമ്മദ് റിയാസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഏതാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം പ്രവർത്തിച്ചു വന്ന SFI, DYFI, ഒരു CPM എന്ന് പറയുന്ന ഒരു 3 ഘട്ടങ്ങളിലായി അദ്ദേഹത്തിന്റെ ഒരു ഇടത് ബന്ധം നമുക്ക് പറയാൻ കഴിയും. പക്ഷേ PV അൻവറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെ ഏത് ഉലയിൽ കെട്ടണം എന്നറിയില്ല. അത് കൊണ്ടുവന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർത്ത് വായിക്കണോ, ഇനി അതല്ല UDF-നോട് ചേർത്ത് വായിക്കണോ, ആ DMK-യോട് ചേർത്ത് വായിക്കണോ, ഇനി അതല്ല തൃണമൂൽ കോൺഗ്രസുമായിട്ട് ചേർത്ത് വായിക്കണോ എന്നൊക്കെ പറയുന്ന ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ടല്ലോ. കാരണം തൃണമൂൽ കോൺഗ്രസ് പോലും PV അൻവർ എന്ന് പറയുന്ന ഒരു നേതാവിനെ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ഈ മമതാ ബാനർജി എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ അങ്ങേ അറ്റത്തെ നേതാവിനെ ഇന്നുവരെ കാണാത്ത ഒരു തൃണമൂൽ കോൺഗ്രസിലെ കേരളത്തിലെ ഏറ്റവും ശക്തനായ നേതാവ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു PV അൻവർ മാത്രമായിരിക്കും. അങ്ങനെ PV അൻവർ അവിടെ കൊണ്ടുവന്നിട്ട് ചാലിയം കടപ്പുറത്തെക്കുറിച്ചും അവിടെ വികസനം നടക്കുന്നില്ല, പിന്നെ വർഗീയത, ഇതെല്ലാം കൊണ്ടുവന്ന് കൂട്ടിക്കലക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേകതരം തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ശരിക്കും PV അൻവർ അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അത് ഒളിഞ്ഞും തെളിഞ്ഞും പിന്നെ അത്യാവശ്യം പണം കൊടുത്ത് സഹായിക്കേണ്ടവരെ പണം കൊടുത്ത് സഹായിച്ചും ഒക്കെ തന്നെയാണ് അവിടെ, അതായത് വോട്ട് എങ്ങനെ തന്നിലേക്ക് എത്തിക്കാം എന്ന് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ PV അൻവർ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരു ഇടത് കോട്ടയാണ് ബേപ്പൂർ എന്ന് പറയുന്നത്. അവിടെ ഒരാൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ ആ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൽ ശക്തനായ മറ്റൊരു ഇടതുപക്ഷമായിരിക്കണം അവിടെ പരാജയപ്പെടുത്തേണ്ടത്. അത് ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരാളായി മാറാൻ PV അൻവറിനെ കൊണ്ട് കഴിയില്ല. ഒന്നാമത്തെ കാര്യം, അവിടെയുള്ളവർ നിലപാടുകളിൽ വിശ്വസിക്കുന്നവരാണ് ബേപ്പൂരുകാർ. ശക്തമായ അടിയുറച്ച നിലപാടുകളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. നിലപാടില്ലാത്തവരെ അംഗീകരിച്ചു കൊടുക്കുന്ന സ്വഭാവം. കാരണം അവിടെ ഇടതിന്റെ കോട്ടയാണെന്ന് പറഞ്ഞു. CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചുവന്നു കിടക്കുന്ന മണ്ണാണ് ബേപ്പൂരിൻ്റെത്. ആ ബേപ്പൂരിന് ഒരു നിലപാടുണ്ട്, ശക്തമായ ഇടത് നിലപാടാണത്. ആ നിലപാടിന്റെ മുകളിൽ നിലപാടില്ലാത്ത ഒരാൾ എത്ര തെയ്യം കെട്ടി തുള്ളിയാലും ശരി, ബേപ്പൂരുകാരെടുത്ത് ചെവിക്ക് പിടിച്ച് പുറത്തേക്കെറിയും. അത് ബേപ്പൂരിന്റെ സ്വഭാവമാണത്. അവിടെ നിങ്ങൾ കൊണ്ടുചെന്ന് വർഗീയത കലക്കാൻ ശ്രമിച്ചിട്ടും കാര്യമൊന്നുമില്ല. കാര്യം അവിടെ മതേതരവാദികളായ ഒരു കൂട്ടം മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ് ബേപ്പൂര്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നും PV അൻവറിന് അവിടെ യേശില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയുമല്ല, DYFI പോലെ SFI പോലെയുള്ള പ്രസ്ഥാനങ്ങളിലൂടെ, യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന ശക്തനായ അഖിലേന്ത്യാ നേതാവ് വരെ ആയിരുന്ന ഒരാളാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസ്. ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ നിന്നും ടൂറിസം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടും അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ കഴിഞ്ഞ 5 വർഷക്കാലം, അദ്ദേഹത്തിന് ലഭിച്ച ആ വർഷക്കാലം അദ്ദേഹം വളരെ ഭംഗിയായി നിറവേറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ബേപ്പൂർ മാത്രമേ നന്നാക്കൂ എന്നുള്ള ചിന്തയൊന്നുമില്ല. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിന്റെ വിവിധ മേഖലകൾ, ഏകദേശം 200-ലധികം പാലങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനകത്തൊരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഈ 5 വർഷക്കാലം കൊണ്ട് നിർമ്മിച്ചെടുക്കാൻ സാധിച്ചു. അതിനുമപ്പുറത്ത് ഈ പാലങ്ങൾ വെറും പാലങ്ങളായി ആൾക്കാർക്ക് അപ്പുറം ഇപ്പുറം യാത്ര ചെയ്യാൻ വേണ്ടി എന്നതിനപ്പുറത്തേക്ക് ഈ പാലങ്ങൾക്ക് ഒരു സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു വശ്യത ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടി അതിനോടൊപ്പം ചേർത്ത് വെക്കാനും കഴിഞ്ഞ ഒരു മന്ത്രി, അദ്ദേഹത്തിന്റെ ഒരു ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു മന്ത്രി തന്നെയാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസ്. അക്കാര്യത്തിൽ കേരളത്തിലുള്ള ആർക്കും യാതൊരു സംശയവുമില്ല. തന്റെ കയ്യിൽ കിട്ടിയ വകുപ്പിനെ വളരെ ഭംഗിയായി നിറവേറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് വേറെ ആരെങ്കിലും സംശയിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ളൊരു മന്ത്രിക്കെതിരായി മരിമോനിസം എന്ന് പറയുന്ന ഒരു പേരിട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ശരിക്കും PV അൻവർ ശ്രമിച്ചത്. ഒരു മരുമോൻ ആയത് അദ്ദേഹത്തിന് തെറ്റല്ല. കാരണം മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരാൾ അവിടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതാവായി മാറിയത് പിണറായി വിജയന്റെ മരുമകനായതുകൊണ്ടല്ല. അദ്ദേഹത്തിന് അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഉണ്ടായിരുന്നു, അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റിന്റെ പ്രവർത്തന ശൈലി ഉണ്ടായിരുന്നു, പ്രവർത്തന രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ അദ്ദേഹം വളർന്നു വന്ന ഒരു നേതാവാണെന്നേ, അല്ലാതെ മരുമോനിസത്തിന്റെ കാര്യം കൊണ്ടൊന്നുമല്ല. അദ്ദേഹം എവിടെയും സൗത്ത് ആഫ്രിക്കയിൽ പോയി സ്വർണം കുഴിച്ചെടുത്തിട്ടൊന്നുമില്ല. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന നേതാവ് ഇവിടെ സമരങ്ങൾ നയിച്ചും അവിടെ സമരമുഖത്ത് പോയി അടികൊണ്ടും ഇടികൊണ്ടും ജയിൽവാസം അനുഷ്ഠിച്ചും ഒക്കെ തന്നെയാണ് നേതാവായി മാറിയത്.
അല്ലാതെ ഓസിന് സ്വന്തമായി പോസ്റ്റർ അടിച്ചു വെച്ചുകൊണ്ട് സിനിമാക്കാരെ വിളിച്ച് കൂട്ടിക്കൊണ്ട് ഈ പറയുന്ന പ്രകടനം നടത്തിക്കൊണ്ടല്ല ഈ പറയുന്ന മുഹമ്മദ് റിയാസ് നേതാവായി മാറിയതെന്ന് പി വി അൻവർ ഓർക്കണമായിരുന്നു. ഇനി ചില സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തവണ ആകെ എനിക്ക് തോന്നുന്നു 1,83,094 വോട്ടർമാരാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. ഏകദേശം 83.74% പോളിംഗ് ആണ് അവിടെ നടന്നത്. അപ്പോൾ അതിൽ ഏകദേശം 1,83,094 ആൾക്കാർ വോട്ട് ചെയ്തിരുന്നു 2021 സംബന്ധിച്ചിടത്തോളം. ഇനി 2001 കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 1,64,589 പേരാണ് ഇത്തവണ 2021 വോട്ട് രേഖപ്പെടുത്തിയത്. ഈ 1,64,000 ആൾക്കാർ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും കിട്ടേണ്ട പിന്നെ നമുക്കിനി ഒരു പെർസെൻറ്റേജ് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അന്ന് മത്സരിച്ച മുഹമ്മദ് റിയാസിന് കിട്ടിയിരിക്കുന്നത് ഏകദേശം 82,165 വോട്ടുകളാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 49 മുകളിൽ 49-നും 50-നും ഇടയിൽ എന്ന് കറക്റ്റ് പറഞ്ഞാൽ 49.7% വോട്ടുകളാണ് അക്ഷരാർത്ഥത്തിൽ അന്ന് മുഹമ്മദ് റിയാസിന് നേടാൻ കഴിഞ്ഞു. ഏകദേശം പകുതി വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. ആ ബാക്കി പകുതിയാണ് NDA സ്ഥാനാർത്ഥി UDF കാരും കൊണ്ടുപോയത്. അന്ന് UDF സ്ഥാനാർത്ഥി നേടിയത് ഏകദേശം 53,418 വോട്ടുകളായിരുന്നു 2021 കണക്ക്. അതിനുശേഷം NDA ഏകദേശം 26,267 വോട്ടുകളും നേടി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2021 വോട്ടിനേക്കാൾ ഏകദേശം 18,505 വോട്ടുകളുടെ വർധനവ് ഇത്തവണ 2026 ബേപ്പൂർ നിയമസഭ മണ്ഡലത്തിൽ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന വോട്ടുകളെല്ലാം തന്നെ ഈ 18,000-ലധികം വോട്ടുകൾ 18,505 വോട്ടുകളും ഈ പറയുന്ന PV അൻവറിലേക്ക് പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഒരു 18,000 വോട്ടിനടുത്ത് ഭൂരിപക്ഷത്തിൽ പിന്നെ മുഹമ്മദ് റിയാസിന് ജയിക്കാൻ സാധിക്കും. അതായത് ഈ വർദ്ധിച്ചു വീണ വോട്ടുകളെല്ലാം തന്നെ PV അൻവറിലേക്ക് പോയിരുന്നാലും നമുക്ക് കഴിഞ്ഞ തവണ കിട്ടിയ ഈ പറയുന്ന 82,165 എന്ന് പറയുന്ന വോട്ട് കിട്ടിയാലും മതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെയും ഏകദേശം 10,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇവിടെ നമ്മുടെ മുഹമ്മദ് റിയാസ് ഈസിയായി ജയിച്ചു പോകും. കാരണം കഴിഞ്ഞ തവണ മുഹമ്മദ് റിയാസിന് ലഭിച്ചിരിക്കുന്ന ഭൂരിപക്ഷം ഏതാണ്ട് 28,747 വോട്ടുകളാണ്. ഇത്രയും വോട്ടുകളാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസിന് ഭൂരിപക്ഷമായി കിട്ടിയത്. അപ്പൊ സ്വാഭാവികമായും നമുക്ക് ആലോചിക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആകെ ഇത്തവണ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം 1,83,094 എന്നുള്ള കണക്കിലാണ്. അതായത് കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 1,64,589 വോട്ടിനേക്കാൾ 18,000 ചില്ലുവാനം വോട്ടിന്റെ വർധനവുണ്ടായി. ഈ വർദ്ധിച്ചിരിക്കുന്ന വോട്ട് അത്രയും മുഹമ്മദ് റിയാസിന് പോകാതെ PV അൻവറിലേക്ക് പോയാലും ശരി, ഇവിടെ അന്തിമ വിജയം ഈ പറയുന്ന PA മുഹമ്മദ് റിയാസിന് തന്നെയായിരിക്കും. പിന്നെ അവിടെയുള്ള NDA സ്ഥാനാർത്ഥിയും കുറച്ച് വോട്ടുകൾ, ഇപ്പൊ 26,000 എന്നുള്ളത് NDA സ്ഥാനാർത്ഥി കുറച്ച് വോട്ടുകൂടെ വർദ്ധിപ്പിച്ചു എന്ന് തന്നെ വിചാരിക്കുക. അപ്പോഴും വലിയ മാർജിനൽ വ്യത്യാസം ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അവിടെ ഏറെക്കുറെ ഒരു 10,000 വോട്ടിൽ താഴെ ഒറ്റ തവണ മാത്രമാണ് LDFന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അതായത് 5,316 വോട്ടിന്റെ ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷം ഏകദേശം 2011 LDFനുണ്ടായി. അതിനുശേഷമോ അതിനു മുൻപോ ഇത് പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തിന് കുറവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ PV അൻവർ ഇനി എത്രത്തോളം ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നാലും മരുമോനിസമെന്നും പിണറായിസമെന്നും ഒക്കെ വിളിപ്പേരിട്ടുകൊണ്ട് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിരുന്നാലും ശരി, ബേപ്പൂരിലെ ജനങ്ങൾ PV അൻവറിന്റെ മോഹങ്ങൾ തല്ലിക്കൊഴിച്ച് കളയും. PV അൻവറിനെ ജയിക്കാൻ അനുവദിക്കില്ല. അത് അങ്ങനെയോ ചുവന്നു കിടക്കുന്ന മണ്ണാണെന്നേ. അത് മുഹമ്മദ് റിയാസിനോടൊപ്പം തന്നെ നിൽക്കും. ഇനിയിപ്പം ഭൂരിപക്ഷം കുറഞ്ഞാലും ഒരു 7,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും, ഒരു 5,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും അവിടെ മുഹമ്മദ് റിയാസ് ജയിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ PV അൻവർ പറയുന്ന പോലെ അൻവറിന് 1,500 വോട്ടിന്റെ ഭൂരിപക്ഷം ഒന്നും കിട്ടാൻ ഒരു വകുപ്പുമില്ല. നിലവിൽ കഴിഞ്ഞ തവണ പോൾ ചെയ്ത UDFന്റെ അത്രയും വോട്ടുകൾ ഈ പറയുന്ന പോലെ PV അൻവറിലേക്ക് എത്തണം, അതിനൊരു സാധ്യതയും നിലവിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അന്തിമമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തവണയും ബേപ്പൂർ മണ്ഡലം മുഹമ്മദ് റിയാസിനെ തന്നെ വിജയിപ്പിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.